എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് അമേരിക്ക ഇന്ത്യയോട് ഒരു പ്രതികാര മനോഭാവത്തോടു കൂടി പെരുമാറുന്നത്? അത് ഈ താരിഫിൻ്റെ വിഷയമല്ല. താരിഫ് അമേരിക്ക ഒരുപാട് രാജ്യങ്ങൾക്കൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയുടെ കേസ് വരുമ്പോൾ ഇന്ത്യയോട് മാത്രം ആദ്യം 25% ടാക്സ് ഏർപ്പെടുത്തി. പിന്നെ അത് വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ, അത് ഇന്ത്യ അമേരിക്കയുടെ മുന്നിൽ മുട്ട് മടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അത് 50% ഉയർത്തി. പിന്നീട് പിന്നീട് ഇന്ത്യ വഴങ്ങുന്നില്ല കണ്ടപ്പോൾ അത് 100%, 150%, 200% ഒക്കെ ആക്കുമെന്ന് ഭീഷണി മുഴക്കി ഡൊണാൾഡ് ട്രംപ്. അപ്പോൾ ഇതിനെതിരെ ശരിക്കും അമേരിക്കയിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. അതായത് ഇന്ത്യക്കെതിരെ, ഇന്ത്യ വലിയ മാർക്കറ്റാണ്, 140 കോടി ജനങ്ങളുള്ള ഒരു വലിയൊരു മാർക്കറ്റാണ് ഇന്ത്യ. അപ്പോൾ അത്തരത്തിലുള്ള രാജ്യത്തോട് ഇത്തരത്തിൽ പ്രതികാര മനോഭാവത്തോടുകൂടി പെരുമാറുന്നത് ശരിയല്ല. ഒരു ഡിപ്ലോമസി വേണം ഇതിനകത്ത്. അപ്പോൾ അമേരിക്ക ഒരുപാട് രാജ്യങ്ങൾക്കെതിരെ ഈ എക്സ്ട്രാ താരിഫ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്തോനേഷ്യ, ജപ്പാൻ, ഓസ്ട്രേലിയ, മലേഷ്യ, സിംഗപ്പൂർ, അങ്ങനെ പല പല രാജ്യങ്ങൾക്കെതിരെയും ഈ അമേരിക്ക താരിഫ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയോടാണ് വലിയ രീതിയിലുള്ള ഒരു പ്രതികാര മനോഭാവത്തോടുകൂടി പെരുമാറുന്നത് ഡൊണാൾഡ് ട്രംപ്. നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടോ എന്താണ് അങ്ങനെയെന്ന്? അതിന് പിന്നിൽ വലിയൊരു സംഭവമുണ്ട്. എന്താണ് ഞാൻ വിശദമായി പറഞ്ഞു തരാം. അതായത് ഇന്ത്യ ഇപ്പം പഴയ ഇന്ത്യയല്ല. ഇന്ത്യ എന്ന് വെച്ചാൽ കഴിഞ്ഞ 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ ഏറിയതിനു ശേഷം ഇന്ത്യ വലിയ രീതിയിൽ കുതിച്ചു ചാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ ആഗോള GDP ഇതൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ 4ാം സ്ഥാനത്താണ് ഉള്ളത്. അപ്പോൾ വരും വർഷങ്ങളിൽ അത് ഇനിയും കടന്ന് ഒരുപാട് മുന്നോട്ട് പോകും. അപ്പോൾ ഇതൊക്കെ ശരിക്കും ഈ നമ്മുടെ സർക്കാരിന്, BJP സർക്കാരിന്, നരേന്ദ്രമോദി സർക്കാരിന് ഒരു ഇച്ഛാശക്തിയും അവരുടെ ഒരു ലോങ് വിഷനാണ്. അതായത് ഒരു സൂപ്പർ വിഷൻ തന്നെയാണ്. അതായത് ഒരുപാട് വർഷം, ഒരു 10, 25, 40, 30 വർഷമൊക്കെ മുന്നിൽ കണ്ടിട്ട് നടത്തുന്ന പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ആ റിസൾട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ചിന്തിച്ചില്ലേ, ഞാനിപ്പോൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ചോദിച്ചില്ലേ, എന്തുകൊണ്ടാണ് ഒരു പ്രതികാര മനോഭാവത്തോടു കൂടി അമേരിക്ക നമ്മോട് പെരുമാറുന്നത്? അത് മറ്റൊന്നുമല്ല, അത് ശരിക്കും ഓപ്പറേഷൻ സിന്ദൂരാണ്. ഈ ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ സമയത്ത് ശരിക്കും നമ്മുടെ കിരാന ഹിൽസ് അറ്റാക്ക് ചെയ്തില്ലേ, കിരാന ഹിൽസിലാണ് ആണവോർജ്ജം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അത് പാകിസ്ഥാൻ്റെ ആണവോർജ്ജമാണെന്ന് പറയുന്നത്. ശരിക്കും അങ്ങനെയല്ല. ശരിക്കും അത് അമേരിക്കയുടെ ആണവോർജ്ജമാണ് ഈ കിരാന ഹിൽസിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഇന്ത്യക്കറിയാം. ഇന്ത്യക്കും നരേന്ദ്രമോദിക്കും അജിത് ഡോവലിനും ഒക്കെ നന്നായിട്ട് അറിയാം. ഈ അജിത് ഡോവൽ എന്ന് വെച്ചാൽ പാകിസ്ഥാനിൽ ഏകദേശം 12 വർഷത്തോളം അവിടെ പിച്ചക്കാരനായിട്ടും അവിടെ തെരുവച്ചവടക്കാരനായിട്ടും ഫ്രൂട്ട്സ് വിൽക്കുന്ന ആളായിട്ടും ഇങ്ങനെ അവിടെ ഈ പാകിസ്ഥാൻ്റെ മുക്കും മൂലയും A to Z കാര്യങ്ങൾ പിൻകോഡടക്കം ഈ അജിത് ഡോവലിനെ അറിയാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യം അജിത് ഡോവലിനെ അറിയാം. ഈ കിരാന ഹിൽസിൽ ആണവോർജ്ജം സൂക്ഷിച്ച പാകിസ്ഥാനല്ല, അതിൻ്റെ യഥാർത്ഥ മുതലാളി അമേരിക്കയാണെന്ന് ശരിക്കും നന്നായിട്ട് ഇന്ത്യക്കറിയാം. അപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഇന്ത്യ 3 ബ്രഹ്മോസ് പൊട്ടിച്ചു. കിരാന ഹിൽസിൽ 3 ബ്രഹ്മോസ് പൊട്ടിച്ചതിലുണ്ടല്ലോ, അത് ഇന്ത്യ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണ്. അതായത് ഇന്ത്യക്കറിയാം, ഡൊണാൾഡ് ട്രംപിനും അമേരിക്കക്കും അറിയാം, ഇന്ത്യക്കും അറിയാം, അവിടെ ആണവോർജ്ജം സൂക്ഷിച്ചിരിക്കുന്ന യഥാർത്ഥ മുതലാളി അമേരിക്കയാണെന്ന് ശരിക്കും അമേരിക്കക്ക് ഇന്ത്യക്ക് അറിയാം. അതായത് ഇന്ത്യക്കാർക്ക് അറിയാം അമേരിക്കയാണ് അതിൻ്റെ യഥാർത്ഥ മുതലാളിയെന്ന് ഡൊണാൾഡ് ട്രംപിനും അറിയാം. എന്നിട്ടും എന്തുകൊണ്ട് അവിടെ ഈ ബ്രഹ്മോസ് പൊട്ടിച്ചു എന്നുള്ള വലിയൊരു കലിപ്പാണ് ശരിക്കും ഡൊണാൾഡ് ട്രംപിനുള്ളത്. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം, ചില പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം, ഈ കിരാന ഹിൽസിൽ ഇന്ത്യ ബ്രഹ്മോസ് പൊട്ടിച്ചില്ലേ, 3 വിൻഡോയിൽ ആണ് ശരിക്കും അവിടെ 16ഓളം വിൻഡോ ഉണ്ട്. ഈ വിൻഡോയിൽ 3 വിൻഡോയിലാണ് ബ്രഹ്മോസ് പൊട്ടിച്ചത്. അപ്പോൾ ഏകദേശം 12ഓളം അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും? നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, എന്തുകൊണ്ടാണ് അമേരിക്കൻ സൈനികർ ഈ കിരാന ഹിൽസിൽ, അതായത് പാകിസ്ഥാനിൽ ഇന്ത്യ അവിടെ ബ്രഹ്മോസ് പൊട്ടിച്ചപ്പോൾ എങ്ങനെ അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുന്നതിൽ ഒരു സംശയം ഉണ്ടാകും. അത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ കിരാന ഹിൽസും നൂർഖാൻ എയർബേസും ഫുള്ളി കൺട്രോൾ ചെയ്യുന്ന അമേരിക്കൻ സൈനികരാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതിൻ്റെ ഈ കിരാന ഹിൽസ് സൂക്ഷിച്ചിരുന്ന ആണവോർജ്ജത്തിൻ്റെ യഥാർത്ഥ മുതലാളി അമേരിക്കയാണ്. കഴിഞ്ഞ 10-15 വർഷമായിട്ട് അമേരിക്കയാണ് ഈ ഇത്തരം കാര്യങ്ങൾ, അതായത് കുറച്ച് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ കിരാന ഹിൽസിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. എല്ലാ രാജ്യങ്ങളും അവർ ആണവോർജ്ജം സൂക്ഷിച്ചു വെക്കുന്ന വലിയ മലനിരകളായിരിക്കും. അതായത് വലിയ മല തുരന്നിട്ട് എത്രയോ ആഴത്തിലാണ് ഇത് സൂക്ഷിച്ചു വെക്കുന്നത്. അപ്പോൾ അതായത് പ്രിക്കോഷൻസ് ആവശ്യമുണ്ട്. ഇൻ കേസ് എന്തെങ്കിലും ലീക്കേജോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ആൾ താമസമില്ലാത്ത ഇത്തരം ഏരിയകളിലാണ് ഈ ആണവോർജ്ജം സൂക്ഷിക്കുന്നത്. അപ്പോൾ അത് ഏതൊരു രാജ്യം അത് എവിടെയാണ് വെക്കുന്നത്, ആ രാജ്യത്തിന് മാത്രമേ അറിയാൻ പറ്റൂ. ഇപ്പോൾ ഈ കിരാന ഹിൽസിൽ ആണവോർജ്ജം ഉണ്ടെന്ന് ഇന്ത്യക്ക് എങ്ങനെ ചോർന്ന് കിട്ടി? അവിടെയാണ് അജിത് ഡോവൽ എന്ന് പറയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞില്ല, മുമ്പ് പാകിസ്ഥാനിലെ പിച്ചക്കാരനായിട്ടും പച്ചക്കറി വിൽക്കുന്ന ആൾക്കാരായിട്ടും അവിടെയൊക്കെ വർഷങ്ങളിൽ 10-12 വർഷത്തോളം ജീവിച്ച ഒരാളാണ് ഈ അജിത് ഡോവൽ. ഈ അജിത് ഡോവലിന് A to Z കാര്യങ്ങൾ അറിയാം. ഈ പാകിസ്ഥാൻ തന്നെ മുമ്പ് ആണവ പരീക്ഷണം നടത്തുന്ന സമയത്ത് അജിത് ഡോവൽ എങ്ങനെ മനസ്സിലാക്കിയെന്നറിയാം. അതായത് ഒരുപാട് അജിത് ഡോവൽ ഏകദേശം 3-4 വർഷം ട്രൈ ചെയ്തു, പക്ഷേ ഒരു ക്ലൂ പോലും കിട്ടുന്നില്ല. അവസാനം കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആണവോർജ്ജം ഇതൊക്കെ പരീക്ഷണം നടത്തുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടുന്ന് ആൾക്കാർ ഒരു ബാർബർ ഷോപ്പിൽ മുടിമുറിക്കാൻ വരുമായിരുന്നു. അപ്പോൾ അജിത് ഡോവൽ സ്ഥിരം ഈ ബാർബർ ഷോപ്പിൻ്റെ മുന്നിലിരുന്ന് ഇങ്ങനെ ചുമ്മാ എല്ലാവരും വീശിക്കുമായിരുന്നു വെച്ചാൽ പിച്ചക്കാരെന്ന രീതിയിൽ. അപ്പോൾ ഈ മുടിമുറിക്കാൻ വരുന്ന ആൾക്കാരെ മുടിയെടുത്തിട്ട് ഇന്ത്യയിലോട്ട് അയച്ചു കൊടുത്തു. അപ്പോൾ അവർക്ക് മനസ്സിലായി ഈ തോറിയത്തിൻ്റെ ഇതിൻ്റെയൊക്കെ കണ്ടൻറ്റ് ഹെയറിൽ
നമുക്ക് ഹെയർ ടെസ്റ്റ് ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ അങ്ങനെയാണ് അജിത് ഡോവൽ പാകിസ്ഥാൻ ഇങ്ങനെ ആണവ പരീക്ഷണം നടത്തുന്നുണ്ട് എന്നുള്ള ഒരു നിഗമനത്തിലെത്തിയത്. അപ്പോൾ അജിത് ഡോവൽ അന്ന് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ശരിക്കും ഇന്ത്യ ഒരു എന്താ പറയുക, ഇപ്പം ഇന്ത്യക്കുള്ളൊരു പവർ ഉണ്ടല്ലോ, ഇന്ത്യ ശരിക്കും ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പവർ ഉണ്ടല്ലോ, അത് ശരിക്കും ഇന്ത്യയുടെ ഈ പൊസിഷനിൽ എത്താൻ കാരണം അജിത് ഡോവൽ അന്ന് എന്താ പറയുക സ്വന്തം ജീവൻ പണയം വെച്ച് പാകിസ്ഥാനിൽ പോയിട്ട് 10-12 വർഷത്തോളം അവരോട് കൂടെ ജീവിച്ചതിന് ഒരു 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 ഔട്ട്പുട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ കിരാന ഹിൽസിൽ ഇന്ത്യ കയറി അറ്റാക്ക് ചെയ്യുമ്പോൾ അവിടെ ഏകദേശം 12ഓളം അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു. ഈ നൂർഖാൻ എയർബേസും ഈ കിരാന ഹിൽസും ഫുൾ പ്രൊട്ടക്ട് ചെയ്യുന്ന അമേരിക്കക്കാരാണ്. കാരണം വെച്ചാൽ അതിൻ്റെ യഥാർത്ഥ മുതലാളി അവരാണല്ലോ. നമ്മൾ ചില പാശ്ചാത്യ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ കയറിയിട്ട് അവിടെ അത് അറിഞ്ഞുകൊണ്ട്, ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഇന്ത്യക്കറിയാം അമേരിക്ക അവിടുത്തെ സൂക്ഷിച്ചിരിക്കുന്ന ആണവോർജ്ജത്തിൻ്റെ യഥാർത്ഥ മുതലാളി അമേരിക്കക്കാരാണെന്ന് ശരിക്കും ഇന്ത്യക്കറിയാം. എന്നിട്ടും ഇന്ത്യ കയറി അടിച്ചു. അതിൻ്റെ കലിപ്പാണ് ഇപ്പോൾ കാണുന്നത്. അതുമാത്രമല്ല 10-12ഓളം അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടത് അമേരിക്കയിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ വലിയ രീതിയിൽ മറ്റേ ഡൊണാൾഡ് ട്രംപിനെതിരെ തിരിയാനുള്ളൊരു കാരണമായിട്ടുണ്ട്. അത് ശരിക്കും പുറത്ത് വരില്ല അത്തരം കാരണങ്ങൾ. പക്ഷേ ഏതൊരു പ്രസിഡൻറ്റും ഇപ്പോൾ ഏത് പാർട്ടി ഭരിച്ചോട്ടെ, ഡെമോക്രാറ്റിക് ആയാലും റിപ്പബ്ലിക്കൻ പാർട്ടി ആയാലും ആര് ഭരിച്ചു കഴിഞ്ഞാലും അൾട്ടിമേറ്റായിട്ട് ആര് പ്രസിഡൻ്റ് ആയാലും അമേരിക്കൻസിൻ്റെ ഒരു ഇൻട്രസ്റ്റ് മുൻനിർത്തി മാത്രമേ ഇവർ ഇതാകൂ. അതായത് ആ പ്രസിഡൻറ്റിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അമേരിക്കൻ ജനതയുടെ ഇൻട്രസ്റ്റ് മുൻനിർത്തിയായിരിക്കും. പക്ഷേ ഇദ്ദേഹം ഡൊണാൾഡ് ട്രംപ് ശരിക്കും അമേരിക്കക്കാരെ നാണം കെടുത്തി. ഇന്ത്യ പോലൊരു രാജ്യത്ത്, അതായത് വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്ത്, അമേരിക്കയുടെ കാഴ്ചപ്പാടിൽ ഇന്ത്യ അത്ര പവർഫുള്ളല്ല, ഇന്ത്യ ഒരു ദരിദ്ര രാജ്യം എന്നുള്ള രീതിയിൽ തന്നെയാണ് അവരുടെ ഒരു വിഷൻ. അപ്പോൾ അത്തരമൊരു രാജ്യം കയറി അടിക്കണമെങ്കിൽ ഇന്ത്യക്ക് ഇന്ത്യയുടെ ഇൻ്റലിജൻസ് സംവിധാനവും, ഇന്ത്യ എന്ന് വെച്ച സാധനം മുമ്പ് നമ്മൾ ഉദ്ദേശിച്ച ആളല്ല, മോഹൻലാൽ പറയുന്ന മാതിരി, ഷാജോൻ പറയുന്ന മാതിരി നമ്മൾ ഉദ്ദേശിച്ച ആളല്ല എന്ന് ഡൊണാൾഡ് ട്രംപിന് നന്നായിട്ട് മനസ്സിലായി. അതാണ് ശരിക്കും ഇന്ത്യ എങ്ങനെയെങ്കിലും തകർക്കണം. ഇനി ഇവരെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. ഇപ്പോൾ പിടിച്ചില്ലെങ്കിൽ ഇനി ഒരു കാലത്തും പിടിച്ചാൽ കിട്ടില്ല. ഇന്ത്യയുടെ GDP എന്ന് വെച്ച് കഴിഞ്ഞാൽ 4.1 ആണ്. ആ 4.1 ട്രില്യൺ US ഡോളറുള്ള എക്കണോമിയുള്ള ഒരു രാജ്യം ഇപ്പോഴും ഇങ്ങനെയാണ്. ഇനി അടുത്ത കുറച്ച് വർഷം കഴിയുമ്പോൾ ഒരു 10 ട്രില്യൺ ആവുമ്പോൾ എന്തായിരിക്കും ഇന്ത്യയുടെ അവസ്ഥ? പിന്നെ അത് മാത്രമല്ല, ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ അമേരിക്കയുടെ ഒരുപാട് വിമാനങ്ങൾ, ഏകദേശം 10-15 വിമാനങ്ങൾ ഇന്ത്യ അടിച്ചിട്ടു എന്നുള്ളൊരു വാർത്ത പിന്നീട് ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അപ്പോൾ ഇതൊക്കെ ശരിക്കും അമേരിക്ക എക്സ്പോസ്ഡ് ആയിപ്പോയി. അതായത് ലോകത്തിലെ മിക്ക രാജ്യങ്ങൾക്കും ആയുധം സപ്ലൈ ചെയ്യുന്ന അമേരിക്കയാണ്. ആയുധ മാർക്കറ്റിൽ കയറിയിട്ട് ഇന്ത്യ എന്താ പറയുക വെടിപൊട്ടിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്മാരെ ഫ്യൂസ് ഊരി വിട്ടു. ഇന്ത്യയിൽ നിർമ്മിച്ചെടുത്ത ആയുധങ്ങൾ. ശരിക്കും ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മേക്ക് ഇൻ ഇന്ത്യയിൽ ഒരുപാട് സംഭവങ്ങൾ ഇന്ത്യ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ പവർന്ന് ലോകരാജ്യങ്ങൾ അറിയില്ല എന്താണെന്നില്ലേ. ശരിക്കും ഓപ്പറേഷൻ സിന്ദൂറിൽ അമേരിക്ക F-23 ഒക്കെ ഒരു ഏകദേശം 4-5 10-12 പോലെ അടിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് ചില മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. അതൊക്കെ എന്ന് വെച്ചാൽ അമേരിക്കയുടെ ഐക്കോണിക്സ് ആണ്. അവർ വലിയ പ്രൗഡായിട്ട് പറയുന്ന കാര്യമാണ് F-23 ഒക്കെ. അതൊക്കെ ഇന്ത്യ അടിച്ചിട്ടു, ഇന്ത്യയുടെ ഇന്ത്യൻ മെയ്ഡ് സംഭവങ്ങൾ ഉപയോഗിച്ചിട്ട്. ഒന്ന് ആലോചിച്ചൊക്കെ മേക്ക് ഇൻ ഇന്ത്യയിൽ. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇവർ പിടിച്ചില്ലെങ്കിൽ ഇനി ഒരു കാലത്ത് ഇവർ പിടിച്ചാൽ കിട്ടില്ല, വലിയ ഭീഷണിയാവും. അതായത് ഇന്ത്യ ഇപ്പം ആയുധ കച്ചവടത്തിലേക്ക് ചുവട് വെച്ചിരിക്കുകയാണ്. ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ മേക്ക് ഇൻ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചെടുത്ത ആയുധങ്ങളുടെ സ്ട്രൈക്ക് റേറ്റ് 95+ ആണ്. ലോകത്ത് ഒരു രാജ്യങ്ങൾക്ക് പോലും അവകാശപ്പെടാനില്ല. എന്തിന് നേരെ ഇസ്രയേലിൻ്റെ അയൺ ഡോം ഉണ്ടല്ലോ, നമ്മൾ S-400 ഉപയോഗിക്കുന്നുണ്ട്. ഈ അയൺ ഡോമിന് പോലും അവരുടെ സ്ട്രൈക്ക് റേറ്റ് 80% ആണ്. പക്ഷേ നമ്മുടെ S-400ൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 95+ ആണ്. അത് S-400 റഷ്യയിൽ നിന്ന് വാങ്ങിയാണ്. പക്ഷേ നമ്മുടെ ഒരു ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. ഈ S-400 നമ്മുടെ ഒരു സിസ്റ്റത്തിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ S-400 സ്റ്റാൻഡ് അലോൺ ആയിട്ട് ഉപയോഗിച്ചപ്പോൾ ഉക്രൈൻ പോലും റഷ്യയുടെ S-400 അടിച്ചിട്ടു. പക്ഷേ അപ്പോൾ S-400 അടിപൊളിയാണെന്ന് പറയാൻ പറ്റില്ല. നേരെ മറിച്ച് നമ്മൾ S-400 കൊണ്ടുവന്നിട്ട് നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഒരു ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു അമേരിക്കയുടെ ഈ പാകിസ്ഥാൻ്റെ എന്താ പറയുക തുർക്കിയൊക്കെ ഡ്രോണുകളൊക്കെ സപ്ലൈ ചെയ്ത് ഒരു സാധനങ്ങൾ ഇന്ത്യൻ ലാൻഡ് ടച്ച് ചെയ്തില്ല. അപ്പോൾ ശരിക്കും ആയുധ മാർക്കറ്റിൽ ഇന്ത്യ വലിയ ചാട്ടം നടത്താൻ പോവുകയാണ്. ഒരുപാട് രാജ്യങ്ങൾ മേക്ക് ഇൻ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചെടുത്ത ആയുധങ്ങൾക്ക് വേണ്ടിയിട്ട് ക്യൂ നിൽക്കാൻ പോവുകയാണ്. അപ്പോൾ ഭാവിയിലും ഇന്ത്യ എന്താ പറയുക ആയുധ മേഖലയിലും സപ്ലൈ ചെയ്യുന്ന ആയുധം വിൽക്കുന്ന ആ ഒരു കാറ്റഗറിയിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ അമേരിക്കക്ക് ഇത് വലിയ തിരിച്ചടിയാവും. ഇതൊക്കെ കൊണ്ട് മുൻനിർത്തിയാണ് ഡൊണാൾഡ് ട്രംപ് എന്താ പറയുക ഇത്തരം താരിഫ് ഏർപ്പെടുത്തിയും ഇന്ത്യയെ പല രീതിയിലും സമ്മർദ്ദത്തിലാക്കിയും ഈ ഡീപ് സ്റ്റേറ്റിനെ ഇതൊക്കെ കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലും ഈ ഇവിടുത്തെ സർക്കാരിനെ താഴെ ഇറക്കാൻ കഠിന പ്രയത്നം നടത്തുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ രാജ്യസ്നേഹികളാണ് ഭരിക്കുന്നത്. നരേന്ദ്രമോദിക്ക് എന്ന് വെച്ചാൽ കുടുംബം ഇതൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഒരേ ലക്ഷ്യം എന്ന് വെച്ചാൽ രാജ്യം നല്ല രീതിയിലാവുക. അദ്ദേഹത്തിൻ്റെ ഏൽപ്പിച്ച ജോലി ഭംഗിയായിട്ട് ചെയ്യുന്നു. ഭംഗിയായിട്ട് വെച്ചാൽ ആൾക്കാർ എങ്ങനെയാണ് ഇപ്പോൾ നേപ്പാളിലൊക്കെ പ്രശ്നം ഉണ്ടായില്ലേ, അവിടുത്തെ പ്രക്ഷോഭകരൊക്കെ പറയുന്നത് നമുക്ക് നരേന്ദ്രമോദി പോലെയുള്ള ഒരു പ്രധാനമന്ത്രിയാണ് ഞങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയാലും നിങ്ങളിപ്പോൾ കാണുന്ന ഈ താരിഫ് യുദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന കാര്യമില്ല, ശരിക്കും അമേരിക്കയുടെ മസ്തകത്തിൽ നോക്കി ഇന്ത്യ അടിച്ചത് കൊണ്ട് തന്നെയാണ്.
അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. ഇതുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ അപ്ഡേറ്റ്സുകളൊക്കെ വരും ദിവസങ്ങൾ വരും. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.